വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഡെയിലി സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോക്സിക് ഇൻഗ്രീഡിയൻസുകളുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കും. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഓക്സിബെൻസോൾ. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീമിലാണ്. SPF മേക്കപ്പിലും ഇത് കാണുന്നുണ്ട്. ഇത് നിങ്ങളെ മുഖത്ത് കൂടുതലായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹോർമോണിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ട്രൈക്ലോസൻ. പേരൊക്കെ നല്ല ഗംഭീരമാണ്, പക്ഷെ അത് നമ്മളെ തൈറോയിഡിനായിട്ട് പണി തരും, എൻഡോക്രൈൻ സിസ്റ്റം പണി തന്ന് നമ്മളെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസുകളുണ്ട്. സിന്തറ്റിക് ഫ്രാഗ്രൻസ്. ഈ പേരിൻ്റെ ഇടയിൽ നിരവധി കെമിക്കലുകളുണ്ട്. ആ പേരുകളൊന്നും അവിടെ അവർ പറയാൻ പോകുന്നില്ല, ഈ ഒരു വാക്ക് മാത്രമേ അവിടെ കാണിക്കുള്ളൂ. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വന്ന് ഡിപ്രഷൻ പോലുള്ള സ്വാഭാവിക പ്രവർത്തനങ്ങളെ തകിടം മറക്കാൻ ഇത് കാരണമാകും. BHA and BAT രണ്ടാളും നല്ല സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ കുറെ കാലം കഴിയുമ്പോഴേക്ക് കരളിനിട്ട് പണി തന്ന് കരൾ പോകാനും ചാൻസ് ഉണ്ട്. സോഡിയം ലോറൽ സൾഫേറ്റ്. ഇത് നമ്മളെ ക്ലെൻസിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മുഖം നല്ല ക്ലെൻസ് ചെയ്ത് മുട്ടപ്പനാക്കി തിളങ്ങാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിനും സ്കിന്നിനും ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡൈമെത്തോക്കോൺ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആ ഫിനിഷിംഗ് പ്രൊഡക്റ്റിന് തരുന്നത് ഈ സാധനമാണ്. പക്ഷേ ഇത് കുറേ കാലം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖത്തുള്ള സുഷിരങ്ങൾ അടച്ച് ക്ലോഗിങ് ഉണ്ടാക്കി മുഖത്തിൻ്റെ സ്വാഭാവിക ശ്വസന പ്രക്രിയയെ തടഞ്ഞ് അത് നമ്മളെ സ്കിന്നിനെ ബാധിക്കും. ഡെയിലി സ്കിന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടി ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ചങ്കത്തേക്ക് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴേ ഈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കുക. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.